Hello friends, I am Sini. Welcome to Sini's Green World. ഇന്നത്തെ വീഡിയോ മൾബറിയെ കുറിച്ചാണ്. മൾബറി നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ ഈ മൾബറിയുടെ പ്രത്യേകത എന്ന് പറയുന്നതിൽ ഇത് 100 കണക്കിന് ഫ്രൂട്ട്സ് നമുക്ക് ഒരു മരത്തിൽ നിന്ന് കിട്ടുന്നുള്ളതാണ്. അതുപോലെ മിക്കവാറും തന്നെ ധാരാളം പഴങ്ങൾ തരുന്ന ഒന്നാണ് മൾബറി ചെടി. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലോ എവിടെയെങ്കിലും നമ്മൾ ഒരു മൾബറി ചെടി 1-2 കമ്പുകൾ ജസ്റ്റ് പ്രൊപ്പഗേഷന് കമ്പുകളാണ് ഉപയോഗിക്കുന്നത്. കമ്പുകൾ കുഴിച്ചിട്ടാൽ നമുക്കൊരു 6 മാസം ആവുമ്പോഴത്തേക്കും ധാരാളം മൾബറി പഴങ്ങൾ പറിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഒരു 30 സെന്റിമീറ്റർ നീളമുള്ള കമ്പുകൾ മുറിച്ച് നട്ടാൽ മതി. ഇതുപോലത്തെ ചെറിയ കമ്പുകൾ ഒരു 10 സെന്റിമീറ്റർ മണ്ണിലേക്ക് താത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 6 മാസം ആകുമ്പോഴത്തേക്കും അത് നമുക്ക് ഫ്രൂട്ട്സ് തന്നു തുടങ്ങാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലിങ്ങനെ മൾബറി ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം, അതുപോലെ വൈനൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് ചെറിയ ഒരു ഇനത്തിൽപ്പെട്ട ഇതിനധികം സൈസ് ഇല്ല ഇതിൻ്റെ പഴങ്ങൾക്ക്, പക്ഷെ അത് ധാരാളം കായ്ക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പം നോക്കിയാലും നിറയെ പക്ഷികളായിരിക്കും. ഇവിടെ ബുൾബുൾ എന്ന് പറഞ്ഞാൽ ആ പക്ഷി വരാറുണ്ട് ധാരാളം. അതുപോലെ തന്നെ ധാരാളം കുയിലുകൾ വരാറുണ്ട്. പിന്നെ ചെറിയ ചെറിയ പാരറ്റ്സുകൾ, തത്തകൾ ഇഷ്ടം പോലെ വരാറുണ്ട്. അങ്ങനെ ധാരാളം കുഞ്ഞു കുഞ്ഞു പക്ഷികൾ വന്നിട്ട് ഇതിൻ്റെ ഫ്രൂട്ട്സൊക്കെ ധാരാളം കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു രസമാണ്. ഇതുപോലെ 30 സെന്റിമീറ്റർ നീളമുള്ള ചെറിയ ചെറിയ കമ്പുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 6 മാസം ആകുമ്പോഴേക്കും ധാരാളം പഴങ്ങൾ പറിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഉപയോഗം നടക്കും. അതുപോലെ നമ്മുടെ പറമ്പിൽ ധാരാളം പക്ഷികൾ വരും. യാതൊരു പരിചരണവും ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.